എന്നാലും നീതോളെ കൊള്ളലാരിച്ചേട്ടാ. പക്ഷേ പോലീസിനെ പേടിച്ച് അവളുടെ വീട്ടുകാർ ഞാനങ്ങൂല. അതേടാ, എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കണമെന്ന് പറഞ്ഞിട്ട് പേഴ്സണൽ നമ്പർ വരെ കൊടുത്തിട്ടാ ആ SI പോയേ. ഇപ്പൊ അവൾ ഇരിക്കണോടത്ത് കൂടി അവളുടെ ആങ്ങളെ വന്നിരിക്കില്ല അത്രേ. എന്നാലും സ്വന്തം അച്ഛനും അമ്മയ്ക്കെതിരെ പരാതി കൊടുത്തത് ഇത്തിരി കൂടി പോയില്ലെന്ന് എൻ്റെ ഒരു സംശയം. എന്തുകൂടി പോയെന്നോ? ഒരു സംശയം വേണ്ടത് പേട്ടാ. അതെ, അവളെ അത്ര മാത്രം ടോർച്ചർ ചെയ്തിട്ടാ, യാതൊരു സംശയം വേണ്ട. എന്നാൽ അവളുടെ ധൈര്യം സമ്മതിക്കണം. ആ ധൈര്യം എനിക്കുണ്ടായില്ലല്ലോ. നീതുവിനെ പോലെ ഞാനും ബുദ്ധിപൂർവ്വം പോലീസിനെ വിളിച്ച വിഷയം പറഞ്ഞിരുന്നെങ്കിൽ എനിക്കും വീട് വിട്ട് വരേണ്ടി വരുമായിരുന്നില്ല. ഇങ്ങനൊന്നും ജീവിതത്തിൽ സംഭവിക്കില്ലായിരുന്നു അല്ലേ? നീതുവിന്റെ അച്ഛനെ പോലെ ഓട്ടോ ഡ്രൈവർ അല്ലല്ലോ നിധിയുടെ അച്ഛൻ. പോലീസ് നിധി പറയുന്നേക്കോ അതോ അച്ഛൻ പറയുന്നേക്കോ? പിന്നെ അങ്ങനെ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാലും അവര് ജോലിക്ക് വിടുമെന്ന് തോന്നുന്നുണ്ടോ? സ്വന്തം കാലിൽ നിൽക്കാൻ അവർ അനുഭവിക്കൂ? ഇല്ല. ആ അത് വിട്. കഴിഞ്ഞു പോയതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്തായാലും ഹരീഷിനോട് അവൾക്ക് നിസ്സാര പ്രേമൊന്നും അല്ല കേട്ടോ. ഒരുമിച്ച് ജീവിതം തുടങ്ങുന്നവരെ ഒരു പ്രശ്നം ഇല്ലാതിരിക്കാനല്ലേ അവൾ ഇത്ര സ്മാർട്ടായിട്ട് പോലീസിനെ ഇൻവോൾവ് ചെയ്യിച്ചത്. ഒരു കാരണവശാലും നീ അവളെ കൈവിടരുത് ഹരീഷ്. എനിക്കതേ പറയാനുള്ളൂ. അതെ, അതുപോലെയല്ലേ എന്നെ വിശ്വസിച്ച് നിധി ഇറങ്ങി പോകുന്നത്. ഒരു കാരണവശാലും ജീവിത അവസാനം വരെ ഞാനും നിധി ഉപേക്ഷിക്കൂല. അയ്യോ, കയ്യെന്ന് പോയി. അല്ല, അങ്ങനെയല്ല. അതിപ്പോ ഒരു ഫ്ലോയിൽ ഇങ്ങനെ അറിയാതെ. സോറി സോറി. ഇനി ഇതും പറഞ്ഞാലും പോകുമോ ദൈവമേ? സില്ലി ബോയ്. ചിരിക്കുന്നു.